പ്രിയപ്പെട്ട എല്ലാ വിശ്വാസികളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ ആദ്യമായി അറിയിക്കുകയാണ്. പരിശുദ്ധ പുസ്തകത്തിൻ്റെ ഹൃദയഭാഗത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ബുക്കാണ് സങ്കീർത്തനങ്ങൾ. അതായത് ബൈബിൾ എന്ന് പറയുന്നത് ബിബ്ലിയ എന്നുള്ള വാക്കിൽ നിന്നാണല്ലോ ബൈബിൾ ഉണ്ടായത്. ബിബ്ലിയ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളുടെ ഒരു സമാഹാരം, അതാണ് ബൈബിള്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരിശുദ്ധ പുസ്തകത്തിൻ്റെ ഹൃദയഭാഗത്തിൽ വസിക്കുന്ന ഒരു പുസ്തകം എന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ ബൈബിളിൻ്റെ ഹൃദയഭാഗത്തിൽ വസിക്കുന്ന ഈ സങ്കീർത്തനങ്ങൾക്ക് ഇബ്രായ ഭാഷയിൽ തെഹില്യം എന്നാണ് പറയുന്നത്. തെഹില്യം അതായത് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ പറ്റിയ രീതിയിലുള്ള ഗാനങ്ങൾ എഴുതി ദൈവത്തെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന ആ പ്രവണത, അതിനാണ് തെഹില്യം എന്ന് ഇബ്രായ ഭാഷയിൽ പറയുന്നത്. സങ്കീർത്തനങ്ങൾ പറയുന്നത് 95-ാം സങ്കീർത്തനങ്ങൾ പറയുന്നത് നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോട് അവനെ ഘോഷിക്കുക എന്നാണ്. ദൈവത്തെ സ്തുതിക്കുന്നത് സ്വത്വത്തോടും സങ്കീർത്തനങ്ങളോടും കൂടി അവൻ്റെ സന്നിധിയിൽ ചെല്ലാറുണ്ട്. 100-ാം സങ്കീർത്തനങ്ങൾ പറയുന്ന സകല ഭൂവാസികളുമായുള്ളവർ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ സകല ഭൂവാസികളുമായുള്ളവർ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിലേക്ക് വരുവിൻ എന്നാണ് ആഹ്വാനം ചെയ്യുന്നത്. സങ്കീർത്തനം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ഒരു ചിന്തയാണ് ആ സംഗീതകർത്താവായ ദാവീദിനെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ. ദാവീദ് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 350 വർഷങ്ങൾക്ക് മുൻപ്, അതായത് ദാവീദ് രാജാവാകുന്നത് BC 1010 ആ വർഷങ്ങളുടെ BC-യിൽ അന്നത്തേക്ക് എഴുതിയ ഇത് ഇന്നത്തേക്കൊരു 350 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ ദൈവത്തിൻ്റെ അഭിഷിക്തനെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നത്, അല്ലേ? ദാവീദ് എഴുതിയ 71 സങ്കീർത്തനങ്ങൾ എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ രണ്ടാം സങ്കീർത്തനവും 95-ാം സങ്കീർത്തനവും ദാവീദിൻ്റേതാണെന്ന് ആക്ട് ഓഫ് ദി അപ്പോസ്തല പ്രവർത്തികൾ പ്രത്യേകം പറയുന്നുണ്ട്. ജാതികൾ ഞങ്ങളോട് കലഹിക്കുന്നതും വ്യർത്ഥമായി ചിന്തിക്കുന്നതും എന്ത്? അതുപോലെ തന്നെ 95-ാം സങ്കീർത്തനത്തിൽ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുവാണെങ്കിൽ മരുഭൂമിയിൽ ഇങ്ങനെ ഇരിക്കുന്ന, ഇതെല്ലാം ദാവീദാണ് പറഞ്ഞതെന്ന് അപ്പോസ്തല പ്രവർത്തികൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു 2 സങ്കീർത്തനങ്ങളും അതുവരെ അനോണിമസ് ആയിരുന്ന ആ സങ്കീർത്തനങ്ങൾ കൂടെ ദാവീദിൻ്റെ കോൺട്രിബ്യൂഷനിലേക്ക് അത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 93 സങ്കീർത്തനങ്ങളാണ് ദാവീദിൻ്റെതായി നമുക്കുള്ളത്. ഇപ്പോൾ സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ പാടി സ്തുതിക്കുക എന്നൊക്കെ എത്രയോ ആൾക്കാർ ദൈവത്തിൻ്റെ വചനങ്ങൾ, നമ്മുടെ മലയാളത്തിൽ തന്നെ എത്രയോ ആൾക്കാരാണ് ദൈവത്തിൻ്റെ സ്തുതിയും സ്തോത്രവും ഗാനങ്ങളും ഒക്കെ എഴുതി വച്ചിരിക്കുന്നത്, അല്ലേ? എത്രയോ ആൾക്കാരാണ് ഗാനങ്ങൾ വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല ഗാനങ്ങളായിട്ട്, അതായത് 1820-നും 1815-നും ഇടയ്ക്ക് ദൈവത്തിൻ്റെ ഗാനങ്ങൾ എഴുതി ദൈവത്തിനെ പാടി പുകഴ്ത്തിയിരുന്ന ഒരു വനിതയുണ്ടായിരുന്നു, അമേരിക്കയിലെ ഒരു മിഷണറി, ഫാനി ക്രോസ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസി. ഫാനി ക്രോസ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്, ഈ ഫാനി ക്രോസിന് എഴുതിയ 1873 അവർ എഴുതിയ ഒരു പാട്ടുണ്ട്. ബ്ലെസ്സഡ് അഷ്യൂറൻസ് ജീസസ് ഈസ് മൈൻ, ബ്ലെസ്സഡ് അഷ്യൂറൻസ് ജീസസ് ഈസ് മൈൻ, ഓ വാട്ട് എ ഫോർടേസ്റ്റ് ഓ ഗ്ലോറി ഡിവൈൻ. അത് എഴുതി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത്, ദിസ് ഈസ് മൈ സ്റ്റോറി, ദിസ് ഈസ് മൈ സോങ്, പ്രേസിങ് മൈ സേവിയർ ആൾ ഡേ എലോങ്. ഈ പാട്ട് സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി ഇംഗ്ലീഷിലെ ആരാധനയില്ലാതെ ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്നതായ ആ വിചാരങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. ഈ ഫാനി ക്രോസ് എഴുതിയ ഹിംസാണ് അത്. ഫാനി ക്രോസ് എഴുതിയ 1-2 കവിതകൾ, 1-2 ദൈവത്തിൻ്റെ സ്തുതികളല്ല എഴുതിയത്. 8,000 മുതൽ 9,000 സ്തുതിസ്തോത്രങ്ങളാണ് എഴുതിക്കുന്നത്. ഹിംസാണ് അവർ എഴുതിക്കുന്നത്. 8,000 മുതൽ 9,000 വരെ സ്തുതി സ്തോത്രങ്ങൾ അവരുടെ പേരിൽ എഴുതിയിട്ടുണ്ടെന്നാണ്. ഇവർ മാത്രമല്ല,
ഇംഗ്ലണ്ടിലെ ഒരു വലിയ ഒരു ദൈവത്തിൻ്റെ ദാസനായ ജോൺ വെസ്ലിയുടെ സഹോദരൻ ചാൾസ് വെസ്ലി, ഇദ്ദേഹവും അനേകം കൃതികൾ നമ്മളിന്ന് ഇംഗ്ലീഷ് ആരാധനയിൽ ഉപയോഗിക്കുന്ന സംഗീതങ്ങൾ, ഉപയോഗിക്കുന്ന ഗാനങ്ങളെല്ലാം ഇവരുടെ കോൺട്രിബ്യൂഷനാണ്. ഈ ഫാനി ക്രോസിനെ കുറിച്ച് നമുക്കറിയുന്നല്ലോ. ഫാനി ക്രോസ് കേവലം ജനിച്ച് 6 ആഴ്ച മാസമുള്ളപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ്, അതായത് വായിൽ കൊടുക്കേണ്ട മരുന്ന് കണ്ണിൽ എഴുതി അവർ പൂർണ്ണമായ അന്ധയായിപ്പോയി, കാണാൻ വയ്യാതായിപ്പോയി. കണ്ണ് കാണാൻ അത് ശിശുവായിരിക്കുമ്പോൾ തന്നെ കണ്ണ് കാണാൻ വയ്യാത്ത ഒരു മകളായി മാറി. ആ കണ്ണ് കാണാൻ വയ്യാത്ത ആ മകളാണ് ഇത്രയും കവിതകൾ എഴുതി, ഇത്രയും ദൈവത്തിൻ്റെ പാടി പുകഴ്ത്താനുള്ള സങ്കീർത്തനങ്ങൾ എഴുതി ദൈവത്തെ സ്തുതിച്ചത്, ആരാധിച്ചത്. എത്ര അത്ഭുതകരമായി തോന്നുന്നത്. ദൈവം ഉപയോഗിച്ച ഓരോ മക്കളെ, ദൈവത്തിൻ്റെ മക്കളെ എങ്ങനെയാണ് കർത്താവ് ഉപയോഗിക്കുന്നതെന്നും ദൈവത്തിൻ്റെ രീതി, അതിന് കണ്ണു വേണമെന്നും, കൈയും കാലും ഇല്ലാത്ത ഒരു ദൈവദാസൻ ദൈവത്തെ സ്തുതിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവരുടെ അദ്ദേഹത്തിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിന് കൈയുമില്ല കാര്യമില്ല, ഒരു മിഷനിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നു. ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ദൈവത്തെക്കുറിച്ചുള്ള ആ പ്രസ്താവനകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പരിശുദ്ധ പുസ്തകത്തിന് ഇത്ര പ്രാധാന്യമുണ്ടായെന്ന് നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പരിശുദ്ധ പുസ്തകത്തിന്, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധമായ ഈ പുസ്തകം വിശുദ്ധ ബൈബിൾ ഉള്ള സ്ഥാനം എത്ര മുഖ്യമാണ്. ഇന്ന് ലോകത്തിലുള്ള ഏതാണ്ട് 3300 ഭാഷയിൽ പരിശുദ്ധ പുസ്തകത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 3300 ഭാഷയിൽ അത് പൂർണ്ണമായി ബൈബിളിലെ ഓരോ ഭാഗങ്ങളും, മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, യോഹന്നാൻ സുവിശേഷം, രൂത്ത്, എസ്തർ, ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ, ഇതുപോലുള്ള ഓരോ ഭാഗങ്ങളുമായിട്ട് 3300 ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്. ബൈബിളിൻ്റെ പൂർണ്ണ രൂപം 700 ഭാഷയിലുണ്ട്. 700 ഭാഷയിൽ 1500 ലാംഗ്വേജിലാണ് പഴയ നിയമം, പുതിയ നിയമം പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ടും 1000-ലധികം ഭാഷകളിൽ ഇനിയും ബൈബിൾ വരാനുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്താണ് ഈ പരിശുദ്ധ പുസ്തകത്തിൻ്റെ ഇത്ര പ്രാധാന്യം? പരിശുദ്ധ പുസ്തകത്തിൻ്റെ ഇത്ര പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് സമമായും തുല്യമായി ഒരു പുസ്തകവുമില്ല. യുണീക്കാണ്. പല ഗ്രന്ഥങ്ങളുമുണ്ട്, പല പത്രങ്ങളുണ്ട്, പല മതഗ്രന്ഥങ്ങൾ പലതുമുണ്ട്. പക്ഷേ ഇതിനോട് കിടപിടിക്കുവാൻ തക്കവണ്ണം ഒരു പുസ്തകത്തിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഇത്രമാത്രം ഈ ദൈവത്തെക്കുറിച്ച്, ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനുമുള്ള ഈ പ്രവണത ഇങ്ങനെയാണ് മനുഷ്യനുണ്ടായത്. ദൈവത്തിൻ്റെ ദാവീദ് രാജാവ് കൊട്ടാരത്തിൽ വയ്ക്കുന്ന ശേഷം, അതായത് 1 ദിനവൃത്താന്തം 15 മുതൽ 1 മുതൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നേരത്തെ ആരാധന ഉണ്ടായിരുന്നു, ബലികൾ അർപ്പിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ സ്തുതിച്ചും സ്തോത്രം ചെയ്തുകൊണ്ടുള്ള ആരാധന ദാവീദ് രാജാവായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ശേഷം ഉണ്ടായതാണ്. അതായത് ദൈവത്തിൻ്റെ പേടകത്തിനായി ഒരു സ്ഥലമൊരുക്കി, അതിനൊരു കൂടാരമൊരുക്കി, ആ ദൈവത്തിൻ്റെ പീഠം ആഘോഷമായി ആ കൂടാരത്തിന് മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ആരാധന തുടങ്ങി. അന്ന് തുടങ്ങി ആരാധനകൾ എന്താണ്? അന്ന് തുടങ്ങി ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് ആരാധിക്കുന്ന ആരാധന എന്താണ്? ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അതവനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെളുപ്പുള്ള ഹൃദയവും നിർമ്മല ഹൃദയമുള്ള ദൈവത്തിൻ്റെ ആരാധനയ്ക്ക്, ദൈവത്തിൻ്റെ ആ പേടകം സ്തുതിച്ച് സ്തുതിയും സ്തോത്രവും സംഗീതത്തിൻ്റെ അകമ്പടിയോടി പാടുന്ന ഗാനങ്ങളാണിതെല്ലാം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അതിൻ്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയുടെ എല്ലായിടവും അതിൻ്റെ അളവുനൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവന് സൂര്യൻ ഒരു കൂടാരമടിച്ചിരിക്കുന്നു. അത് മണവരകളിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം. വീരനെ പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. സൂര്യൻ ഒരു അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനമാണെന്ന്. സൂര്യൻ സഞ്ചരിക്കുന്നില്ല, ഒരിടത്താണ് എന്ന് ദൈവത്തിൻ്റെ വചനമാണ് ആദ്യം പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂര്യൻ ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. കൂടാരത്തിൽ നിന്ന് എങ്ങനെ പുറപ്പെടാൻ സാധിക്കും? വീരനെ പോലെ ഓടുവാൻ സന്തോഷിക്കുന്നു. വീരനെ പോലെ ഓടുവാൻ സന്തോഷിക്കുന്നു. അങ്ങനെ സൂര്യന് കൂടാരം അടിച്ചിരിക്കുന്നതാണ്. സൂര്യൻ സഞ്ചരിക്കുന്നതല്ല, ഒരിടത്ത് ഒരു കൂടാരത്തിലാണ് വസിക്കുന്നതെന്ന് പരിശുദ്ധ പുസ്തകമാണ് ആദ്യം പറഞ്ഞത്. അതുപോലെ ദൈവത്തിൻ്റെ സങ്കീർത്തനങ്ങളാണ് വന്നത്. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലേക്കും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൻ്റെ തേജസ് വെച്ചിരിക്കുന്നു.
നിന്റെ വൈരികൾ നിമിത്തം ശത്രുക്കളെയും പകരെയും മിണ്ടതാക്കുവാൻ തന്നെ നീ ശിശുക്കളെയും മുല കൊടുക്കുന്നതിനുള്ള വാഴുന്ന ബലം നിയമിച്ചിരിക്കുന്നു. ദാവീദിനെക്കുറിച്ചാണ് പറയുന്നത്. ശിശുവാണ് ഞാൻ, നിന്റെ മുമ്പിൽ ഒരു ശിശുവാണ്, ബലം നിശ്ചയിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതമായ പ്രവർത്തനങ്ങൾ, ദൈവത്തിൻ്റെ അത്ഭുതമായ വാക്കുകളും ദൈവത്തിൻ്റെ സ്തുതികളും സ്തോത്രങ്ങളിലും ദൈവത്തെ സ്തുതിച്ച രീതികളാണ് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ദാവീദിൻ്റെ ജീവിത രീതി നമ്മളൊന്ന് പരിശോധിക്കും. ദാവീദ് തൻ്റെ രാജാവായതിനു ശേഷം എങ്ങനെയാണ് ദാവീദ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ദൈവത്തിനോടുള്ള വിധേയത്വം, ദൈവത്തിനോടുള്ള സമർപ്പണം, അതിനുപരിയായി പശ്ചാത്താപ ബോധം, ഇതൊക്കെ നമുക്ക് ദാവീദിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്കറിയാമല്ലോ, ദാവീദ് രാജാവായതിനു ശേഷം കൊട്ടാരത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ദാവീദ് ഒരു കാഴ്ച കണ്ടു. അതിൻ്റെ അകത്ത് ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടിട്ട് നമുക്കറിയാം. ഞാൻ ആ സംഭവങ്ങളൊന്നും വിവരിച്ച് പറയുന്നില്ല. രാജാവല്ലേ, അധികാരമുണ്ട്, അവകാശമുണ്ട്. ദാവീദിന് എന്ത് വേണം ചെയ്യാം. അതിന് ചെയ്യാനുള്ള ആൾക്കാരും അതിനുള്ളതായ ശക്തിയും ബലവും അതിനുള്ള അധികാരവുമുണ്ട്. ഉടനെ ആ സ്ത്രീയെ വരുത്തി അവളുമായി ശയിച്ചിട്ട് അവൾ ഗർഭിണിയായി നിറഞ്ഞുടനെ അവളുടെ ഭർത്താവിനെ യുദ്ധം ചെയ്ത് തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന രാജാവിനെ, തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യുദ്ധസന്നിധിയിൽ നിന്ന് അവനെ വരുത്തി. എന്തിന്? അവനെ നശിപ്പിക്കാൻ വേണ്ടി അവൻ്റെ കയ്യിൽ തന്നെ സേനാധിപൻ എടുക്കാൻ വേണ്ടി സേനാനായകന് വേണ്ടി എടുക്കാൻ വേണ്ടി ഒരു കത്ത് എഴുതി ഉരിയാവിൻ്റെ കയ്യിൽ തന്നെയാണ് കൊടുത്തത്. ഉരിയാവ് കൈക്കൊണ്ട് സേനാനായകൻ്റെ കൈ കൊടുത്തത് ഇവനെ ഏറ്റവും കൂടുതലായിട്ട് ശക്തിയായിട്ട് എവിടെ നടക്കുന്ന അവിടെ മുമ്പിലേക്ക് ഇവനെ പറഞ്ഞു വിട്ടു ഇവനെ ഇല്ലാതാക്കുവാൻ. വ്യഭിചാരവും കൊലയും ചെയ്ത ഒരു ദാവീദിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വ്യഭിചാരവും കൊലയും ചെയ്ത ഈ ദാവീദിനെ നാഥാൻ പ്രവാചകൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഒരു ഉദാഹരണത്തിലൂടെ, അത് വളരെ ശ്രേഷ്ഠമായൊരു ഉദാഹരണത്തിലൂടെ ദാവീദിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ദാവീദിൻ്റെ ചിന്തകളെ പറ്റിയിട്ട് നമുക്ക് ഇതുപോലൊരു സംഭവം നമുക്ക് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, ഹീരോദാവ് തൻ്റെ സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ യഹൂദ്യയെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചു നടക്കുകയാണ്. നീ ചെയ്യുന്നത് ശരിയല്ല നിന്റെ സഹോദരൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ട് ഭാര്യയായി സ്വീകരിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് യോഗ്യമല്ലതായ, അത് നീ ചെയ്യാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ അഭിഷിക്തനായ യോഹന്നാൻ സ്നാപകൻ അവരോട് പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ ഹെരോദാവിനോട് പറഞ്ഞു. ഹെരോദാവ് അപ്പം എന്തോ ചെയ്തത്? പശ്ചാത്തപിച്ചു, ഞാനത് ചെയ്തില്ല, അങ്ങനെയൊക്കെ പശ്ചാത്തപിച്ചാണോ ചെയ്തത്? ഹെരോദാവ് എന്താണ് ചെയ്തത്? കാരാഗ്രഹത്തിലടച്ചു യോഹന്നാനെ. കാരാഗ്രഹത്തിലടച്ചിട്ട് ആ കാരാഗ്രഹത്തിലടച്ചിട്ട് യോഹന്നാനെ വധിക്കുവാൻ വേണ്ടിയുള്ള ഗൂഢാലോചനകളൊക്കെ ആ യഹൂദയും തൻ്റെ മകളും കൂടെ ആലോചിച്ച് അതിനെ അവിടെ ചിരച്ഛേദനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഞാൻ നിങ്ങൾ ചോദിക്കുവാണ്, ഒരു പക്ഷേ ഈ ഹെരോദാവ് മനം മാറിയിട്ട് ഇങ്ങനെ ഒരു ആവശ്യം അമ്മയും മകളും രാജാവിനോട് അപേക്ഷിക്കുമ്പോൾ ഒരു പക്ഷേ ഹെരോദാവ് പറയുവാണ്, അത് യഹൂദാവ് കേവലം ഒരു ഇടപ്രഭുവാണ്, രാജാവല്ല, കേവലം ഒരു ഇടപ്രഭു, യഹൂദിയ പ്രദേശത്തുള്ള കേവലം ഒരു ഇടപ്രഭുവാണ്. അത്ര തൻ്റെ വാക്കുകൾക്ക് മേൽക്കും അത്ര സ്ഥാനമാനം കൊടുക്കാൻ അദ്ദേഹം ദൈവത്തിൻ്റെ ഭക്തിയും ഭയവും ദാവീദിനെ പോലുള്ള ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ യഹൂദാവ് ശലോമിയോടും അവരുടെ അമ്മയോടും പറയുമായിരുന്നു, അവൻ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, ദൈവത്തിൻ്റെ ശ്രേഷ്ഠനാണ്, ദൈവം അവനെ ശുദ്ധീകരിച്ച് സുലോകത്തിലേക്ക് വിട്ട ഒരു അഭിഷിക്തനാണ്. ഞാൻ അവനെ കാരാഗ്രഹത്തിൽ വെച്ചിരിക്കുന്നത് അവനെ കൊല്ലാനും വേണ്ടിയൊന്നും അല്ല വെച്ചിരിക്കുന്നേ. അവൻ ആരോടും പറയേണ്ട, കാരാഗ്രഹത്തിൽ വെച്ച് അവനെ ഞാൻ ശുശ്രൂഷിച്ചു പോരുകയാണ്. അവനെ കൊല്ലുന്നത് നമുക്കൊരിക്കലും യോജിച്ചതല്ല എന്ന് ഈ ഹെരോദാവ് വേണേ ശലോമിയോടും മകളോടും അപ്പനോട് അവരുടെ അമ്മയോടും മകളോടും പറഞ്ഞ് മനസ്സിലാക്കി ആ ശ്രമത്തിൽ നിന്ന് അവരെ മാറ്റാൻ സാധിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ വാക്കാണോ ഇത്ര വലിയ പ്രാധാന്യം? ഒരുപക്ഷെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ദാവീദിനെ പോലെ പശ്ചാത്തോടും അങ്ങനെ ഹെരോദാവ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ ശുശ്രൂഷിച്ച് പാലിച്ചു പോയിരുന്നെങ്കിൽ ഹെരോദാവിൻ്റെ സ്ഥാനം വലുതായിരുന്നു ഈ പരിശുദ്ധ പുസ്തകത്തിൽ. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് നമുക്ക് അത്ര ദാവീദ്
നാഥാൻ പ്രവാചകൻ തന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് സ്വസ്ഥതയും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഓടി ദൈവത്തിൻ്റെ ആലയത്തിൽ അഭയം പ്രാപിക്കുകയാണ് ചെയ്തത്. അഭയം പ്രാപിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സങ്കീർത്തനം എത്ര ഹൃദ്യമായൊരു സങ്കീർത്തനമാണ് അദ്ദേഹം എഴുതുന്നത്. ദൈവമേ, നിന്റെ ദൈവതക്കണോ എന്നോട് കൃപയുണ്ടാകണമേ എന്നാണ് അദ്ദേഹം പാടുന്നത്. ദൈവമേ, നിന്റെ ദൈവതക്കണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാവം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നെടുക്കുകയും അരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നെടുക്കുകയും അരുതേ. മനസ്സൊരുക്കമുള്ളൊരു ഹൃദയത്താൽ എങ്ങനെ താങ്ങണമേ. മനസ്സൊരുക്കം, അദ്ദേഹത്തിൻ്റെ വരികളുടെ ആ മധ്യഭാഗത്ത്, മനസ്സൊരുക്കമുള്ള ഒരു ഹൃദയത്താൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. എന്താണ് അതിൻ്റെ അർത്ഥം? ദാവീദ് പറയുന്നത് എന്താണ്? നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളിൽ, എന്നെ പോലെയുള്ള അതിക്രമം പ്രവർത്തിക്കുന്നവർ, എന്നെ പോലെയുള്ള പാപബന്ധനത്തിൽ പാപത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നവൻ, വ്യഭിചാരം ചെയ്യുന്നവൻ, കൊലപാതകം ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ള അതിക്രമം ചെയ്യുന്ന, എന്നെ പോലെയുള്ള അതിക്രമം ചെയ്യുന്ന വ്യക്തികളോട് ഞാൻ നിന്റെ വഴികളെ ഉപദേശിക്കും. അപ്പോൾ അതിക്രമക്കാരോട് ഞാൻ നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. ദൈവത്തിൻ്റെ ഒരു സാക്ഷിയാകാനാണ് ദാവീദ് അവിടെ ആഗ്രഹിച്ചത്. നിന്റെ സാക്ഷിയാകും ഞാൻ നിന്റെ സാക്ഷിയായി ജീവിക്കും, ഞാൻ നിന്റെ സാക്ഷിയായിരിക്കും. നിന്റെ ഇതുപോലെ എന്നെപ്പോലെ പാപം ചെയ്യുന്ന ഓരോ വ്യക്തികളോടും ഞാൻ അവരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കും. പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി വഴികളെ ഉപദേശിച്ചു കൊടുക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയാകാനാണ് ദാവീദ് ആഗ്രഹിച്ചത്. അതിനുശേഷം അതിനുശേഷം ദാവീദ് എഴുതിയ വരികളൊക്കെ എത്ര മതിലാണ്. അവൻ ക്ഷമിക്കുന്ന ദൈവം കരുണയുള്ള ദൈവമാണെന്ന് ദാവീദ് തൻ്റെ അനന്തരമായ പിന്നീടുള്ള സങ്കീർത്തനങ്ങളിലെല്ലാം ദാവീദ് എല്ലാം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ദാവീദ് പറയുകയാണ് ഇതെല്ലാം അനുഭവിച്ചതിന് ശേഷം, അവൻ്റെ സ്നേഹവും അവൻ്റെ വാത്സല്യവും അവൻ്റെ സമർപ്പണവും എല്ലാം അനുഭവിച്ചതിന് ശേഷം ദാവീദ് പിന്നെ പറയുകയാണ്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ വലുതായിരിക്കുന്നു. ഉദയം അസ്തമനത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ അവൻ്റെ കരുണ, അവൻ്റെ കൃപ അവൻ്റെ ദാസന്മാരോട് അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ അവൻ്റെ ദൈവം നമ്മൾ ദാവീദ് അത് അനുഭവിച്ചു കഴിഞ്ഞു. ദൈവത്തിന് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ, ആകാശം ഭൂമിക്ക് ഉയർന്നിരിക്കുന്ന പോലെ എന്താ? ഇത് സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ച് നമുക്ക് വല്ല അറിവുണ്ട്. സൃഷ്ടിയുടെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ആഴത്തിന് മീതെ ഇരുൾ പരന്നു. ആഴത്തിന് മീതെ ഇരുൾ പരന്നിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെള്ളമാണ്, അതായത് നോഹയുടെ പ്രളയകാലത്ത് ദൈവം ഭൂമിയെ നശിപ്പിക്കുമ്പോൾ ഉയർന്ന പർവ്വതത്തിൽ നിന്ന് പിന്നെയും 70 ഫീറ്റ് 75 മുഴം പിന്നെ ഉയർന്നിരുന്ന വെള്ളം 15 ഫീറ്റ്, അത് 15 ഫീറ്റ് പിന്നെയും ഉയർന്നു. 15 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 15 അടി മുഴമെന്ന് പറഞ്ഞാൽ പിന്നെ അത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് 75 ഫീറ്റാണ് വരുന്നത്. അത്ര ഉയർന്ന പർവ്വതത്തിൽ നിന്നാലും ആർക്കും രക്ഷപ്പെടാൻ സാധിക്കത്തില്ല, അത്രയാണ് വെള്ളം നിന്നത്. അതുപോലെയുള്ള അനുഭവമായിരുന്നു ഭൂമിയുടെ മനുഷ്യൻ്റെ സൃഷ്ടിയുടെ ആദ്യത്തിൽ. ദൈവം അങ്ങനെ വെള്ളം എല്ലാത്തിനും എല്ലാം തുറന്ന് എല്ലാം നിൽക്കുവാണ്. ഇപ്പോൾ ആകാശമില്ലെന്ന് മാത്രമേ ഉള്ളൂ. നോഹ പോകുമ്പോൾ ആകാശമുണ്ട്, തൻ്റെ പെട്ടകത്തിന് മുകളിൽ ആകാശമുണ്ട്. പക്ഷേ മനുഷ്യ സൃഷ്ടിക്കുമ്പോൾ ആകാശമില്ലെന്ന് പറയും. ആകാശം വെള്ളത്തിൽ ആണ്ടുകിടക്കുകയാണ്. ആ വെള്ളത്തിൽ ആണ്ടുകിടക്കുന്ന വിധാനത്തെയാണ് ദൈവം മേപ്പോട്ട് ഉയർത്തിയത്. അതാണ് പറഞ്ഞത്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത്. അതിന് ഒരിക്കലും താഴേക്ക് വരികയില്ല. അതിനെ മുകളിലേക്ക് ഉറപ്പിച്ച് ദൈവം അതിനെ ഉറപ്പിച്ച് തന്നെ. ഇതാണ് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത്.
ആ ആ ആ കീർത്തനമാണ് ദാവീദ് പറയുന്നത്. ദൈവമേ, ആകാശം ഭൂമിക്കും അത് ഉയർന്നിരിക്കുമല്ലേ, അവൻ്റെ നമുക്ക് വലുതായിരിക്കുന്നു. ഉദയം അസ്തമനത്തോട് അകന്നിരിക്കുന്നത് പോലെ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. ദാവീദിന് ആ വിശ്വാസമുണ്ടായി. എൻ്റെ നിങ്ങൾ, ഞാൻ ചെയ്ത പാപം, എൻ്റെ അനർത്ഥം, എൻ്റെ എല്ലാം ദൈവം എന്നോട് അകറ്റിയിരിക്കുന്നു. ആ ആ അനുഭവത്തിൽ നിന്നാണ് ദാവീദ് സങ്കീർത്തനങ്ങളൊക്കെ എഴുതുന്നത്. ഈ സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്? നമ്മൾ ഓരോ വ്യക്തിയും, ഞാൻ നിങ്ങളോടൊരു എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? ഞാൻ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ എഴുതി ഒരു ചെറിയൊരു ബുക്ക് എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കും. അത് ഞാൻ എൻ്റെ വചനം നല്ലതാണ്, ദൈവത്തെ സൂക്ഷിച്ചേക്കാം എന്നുള്ള ഉദ്ദേശിച്ചേക്കുണ്ട്. പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ വരുവാണെങ്കിൽ അവിടെ നിർത്തിയിട്ട് നമുക്ക് എഴുന്നേറ്റ് നോക്കാൻ സാധിക്കുമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ, അല്ല മറ്റൊരു ആവശ്യത്തിനും കൂടിയല്ല ഞാനത് ആ ചെറിയൊരു ഡയറി, ഒരു ബുക്ക് എടുത്ത് അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ എൻ്റെ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുറകെ കടകടാന്നൊരു ശബ്ദം കേട്ടു. പെട്ടെന്ന് അവൾ ഒച്ചയൊക്കെ വെച്ചിരിക്കുന്നത്, പെട്ടെന്ന് എൻ്റെ സൈഡിൽ കൂടെ ഒരു ഓട്ടം വന്ന് ശക്തിയായിട്ട് വന്ന് അവിടെ വന്ന് നിൽക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ക്യാവ്യമായി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രേക്ക് പോയെന്ന് പറഞ്ഞു. ആ ബ്രേക്ക് പോയ ആ വാഹനം എൻ്റെ ഇടത്തെ തുടയിലാണത്. ഇടത്തെ തുടയിൽ വന്ന് ശക്തിയായി അടിക്കേണ്ടതാണ്. ആ ഇടത്തെ തുടയുടെ ആ ഭാഗത്താണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ദൈവത്തിൻ്റെ വചനം അവിടെ ഇരുന്നത്. ഞാൻ ഓർക്കുമായിരുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അവൻ നമ്മുടെ പാതയ്ക്ക് പ്രകാശവും നമ്മുടെ വഴിക്ക് പ്രകാശവും പാതയ്ക്ക് ദീപവുമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് പ്രകാശം. നമ്മൾ എത്രമാത്രം നമ്മുടെ വചനത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ സ്നേഹിക്കുകയും സമർപ്പിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾക്ക് സുരക്ഷതയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ദൈവത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് വചനം എത്രമാത്രം ആവശ്യമാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സമയത്തൊക്കെ ദൈവത്തിൻ്റെ നമ്മളിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ വായിച്ച് നമ്മൾക്ക് ആകർഷണമുള്ള വചനങ്ങൾ നമ്മളൊരു ബുക്കിൽ എഴുതി വെച്ചിട്ട് പിന്നെയും അത് പഠിക്കുക, പിന്നെയും അത് വായിക്കുക, പിന്നെയും പ്രാർത്ഥിക്കുക. ഇതൊക്കെ എത്ര നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് അതിനുള്ള സമയങ്ങളൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ ചോദിക്കുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ ശ്രദ്ധയോട് ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ശ്രദ്ധ ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കർത്താവാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ പ്രത്യേകത. അനുഭവമുള്ളവരവർ പറയും, നിങ്ങൾ വളരെ പ്രശസ്തരല്ലായിരിക്കും, നമ്മളൊക്കെ സാധാരണപ്പെട്ട മനുഷ്യരാണ്. നമ്മളൊക്കെ ബലം പ്രാപിക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്തിനെക്കുറിച്ചാണ് ഒരു ഉറപ്പുള്ളത്? നിങ്ങളോട് ഞാൻ ചോദിക്കാം, എന്തിനെക്കുറിച്ചാണ്? മകൾ കോളേജിൽ പോയി, മകൾ ജോലിക്ക് പോയി, അല്ല മകൻ ഉദ്യോഗത്തിന് പോയി, മകൻ അല്ല വേറെ ഒരു സ്ഥലത്ത് പോയി, അന്യ ദേശങ്ങളിൽ താമസിക്കുന്നു, പല പല പ്രദേശങ്ങളിൽ താമസിക്കുന്നു. എന്താണ് നിങ്ങൾക്കുള്ള ഉറപ്പ്? ആ കുട്ടിയെക്കുറിച്ച്, അവൻ്റെ ജീവിതത്തെക്കുറിച്ച്, അവൻ്റെ സമയത്തൊക്കെ എന്താണ് നിങ്ങൾക്ക് ഉറപ്പുള്ളത്? എന്താണ്? എൻ്റെ മകൾ വിദേശത്ത് കുറച്ച് നാൾ താമസിച്ചിരുന്നു. ആ വിദേശത്ത് താമസിച്ചിരുന്ന വെളുപ്പിനെ ഒരു 4 മണിയോടുകൂടിയാണ് പുള്ളിക്ക് അവരുടെ സന്ധ്യയാകുന്നത്. ജർമ്മനിയിലാണെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ വെളുപ്പിനെ ഒരു 5 മണി, അല്ല വെളുപ്പിനെ ഒരു 4 മണി, 4-4 അവിടെ രാത്രിയിൽ അവിടെ 10 മണിയാകുന്നത്. ഒറ്റയ്ക്കൊരു ഹോട്ടലിൽ താമസിക്കും, ആരുമില്ല, എപ്പോഴും എന്നും കഴിയുമെന്ന് പറയും. പക്ഷേ 4 മണിയാകുമ്പോൾ അവൾ ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്ക് അവൾക്കൊരു വിശ്വാസം വരും. എൻ്റെ അപ്പൻ അവിടെ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന, എൻ്റെ അപ്പൻ ഇവിടുന്ന് പ്രാർത്ഥിക്കാമെന്നല്ലോ, നീ ദൈവനെ സൂക്ഷിക്കും എന്ന് ബൈബിളിൻ്റെ പുറത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമെന്ന് അവൾ എന്നോട് അനുഭവം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സുരക്ഷിതരാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല, നമ്മൾ സുരക്ഷിതരാണ്. നമ്മൾ കർത്താവിൻ്റെ കയ്യിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ അതിനുള്ള ശ്രമം നടത്തിയാൽ മതി. കർത്താവിൻ്റെ കയ്യിലേക്ക്, കർത്താവേ, ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്, ജീവിതത്തിൽ ഞങ്ങൾക്കൊരു ഉറപ്പുമില്ല. എൻ്റെ ഉറപ്പില്ല കർത്താവിൻ്റെ വചനത്തിലാണ്. എൻ്റെ കർത്താവിലാണ് എൻ്റെ ഉറപ്പും എൻ്റെ പ്രത്യാശയും എല്ലാം ഉറപ്പിക്കുന്നത്. നമുക്കതിനൊരു നിങ്ങൾ അതിനൊന്ന് ശ്രമിച്ചു നോക്കൂ. ജീവിതത്തിൽ നമുക്ക് അതിനൊക്കെ വചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും പഠിക്കുവാനൊന്നും എനിക്ക് സമയമില്ലല്ലോ. അതൊക്കെ ചെയ്യേണ്ടവർ ചെയ്യട്ടെ. പിന്നെ നമ്മൾ ഒന്നാമത്തെ കാര്യം തന്നെ നമ്മുടെ ഹൃദയത്തിലെ അന്തരംഗം. കർത്താവ് നിൻ്റെ ഹൃദയം കാണുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ഈ കാണുന്നതിലല്ല അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്.
കാണിക്കുന്നതിലാണ് അതിന് ഇമ്പോർട്ടൻറ്റ്. ദൈവമേ, അതാണല്ലേ ദാവീദ് ചെയ്തത്, അതല്ലേ എൻ്റെ ഹൃദയം കർത്താവിനെ കാണിച്ചു കൊടുക്കല്ലേ ചെയ്തത്. അപ്പോഴാണ് അനുഗ്രഹമുണ്ടാകുന്നത്. അപ്പോഴാണ് ദൈവം നമ്മുടെ ഹൃദയം കർത്താവിനെ കാണിക്കാൻ നമുക്കൊരുങ്ങാം. അതിനുവേണ്ടി നമുക്ക് തയ്യാറാകാം. കർത്താവെ, നമ്മൾ സുരക്ഷിതരാണെന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. നമ്മൾ സുരക്ഷിതരാണ് കർത്താവിൻ്റെ വലയത്തിൽ. കർത്താവിൻ്റെ പരിശുദ്ധമായ വചനം എന്താ പറയുന്നത്? നിന്നെ രക്ഷിക്കാതിരിക്കാൻ എൻ്റെ കൈകൾ കുറുകെ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. അവൻ്റെ കൈകൾ എവിടെയും വരും, എല്ലായിടത്തും അവൻ്റെ കൈകളെത്തും. ആ കൈകൾ നമ്മൾ സുരക്ഷിതരാണ്. ഒന്ന് ശ്രമിച്ചാൽ മാത്രമേ അതിന് നിങ്ങളൊന്ന് ശ്രമിക്കൂ. ദൈവത്തിൻ്റെ വചനത്തേക്ക് നിങ്ങളൊന്ന് അടുത്തിയുള്ളൂ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ പരിശുദ്ധത്തിൽ വചനം കേട്ട ഓരോ മക്കളെയും കർത്താവ് നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രഭാവം, ആ വചനത്തിൻ്റെ ശക്തി, ആ ജീവനുള്ള വചനത്തിൻ്റെ ആ ചൈതന്യം അവർക്കെല്ലാവർക്കും അനുഭവിക്കാൻ കർത്താവ് നീ അവരെ ഒരുക്കണമേ. കർത്താവേ, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മാറി, ബന്ധനത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധിയിലും ശ്രേഷ്ഠത്തിൽ ജീവിക്കാനുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് അവരുടെ ഹൃദയത്തിലേക്ക് നീ ഇട്ടുകൊടുക്കുക. കർത്താവേ, നാഥ, ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ യഹോവയുമായുള്ള കർത്താവേ, നീ ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നിൻ്റെ വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. കർത്താവേ, നീ ഞങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയും ഞങ്ങളുടെ കൂടെ വസിക്കാൻ വേണ്ടിയും അല്ലേ കർത്താവേ നീ ലോകത്തിലേക്ക് വന്നത്. ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മക്കളെ ഓരോരുത്തരും നയിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ